ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് റെഡ് വെൽവെറ്റ് സ്പഞ്ച് കേക്ക് തയ്യാറാക്കിയെടുക്കാം. ഇന്ന് നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കുന്നത് ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, അതുപോലെ ഓയിൽ, ബട്ടർ, ഓവൻ എന്നിവ ഒന്നും തന്നെ ഇല്ലാതെയാണ്. അപ്പോൾ ഇവയൊന്നും കൂടാതെ തന്നെ എങ്ങനെയാണ് ഈ കേക്ക് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതാണ് ടീസ്പൂൺ, ഇത് ടേബിൾ സ്പൂൺ. ഈ ടേബിൾ സ്പൂണിന് 8 ടേബിൾ സ്പൂൺ മൈദ. പിന്നെ വേണ്ടത് 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത്. ഇതേ ടേബിൾ സ്പൂണിൽ തന്നെ 6 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത്. പിന്നെ 1/2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ. പിന്നെ വേണ്ടത് 4 മുട്ട, 1/2 ടീസ്പൂൺ വാനില എസൻസ്, 1/4 ടീസ്പൂൺ പട്ട പൊടിച്ചത്. ഈ പട്ട പൊടിച്ചത് നമുക്ക് ഈ കേക്കിന് ചേർക്കണം. അപ്പോൾ പിന്നെ വേണ്ടത് റെഡ് ഫുഡ് കളറാണ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് കൊണ്ട് എങ്ങനെയാണ് ഈ കേക്ക് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഒരു ബൗൾ എടുക്കാം. ബൗളിലോട്ട് 4 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ശരിക്കും ഈ മുട്ടയാണ് നമ്മളെ ഇന്ന് ഈ ഓയിലും ബട്ടറും ബേക്കിംഗ് സോഡയും പൗഡറും ഒന്നുമില്ലാതെ തന്നെ ഈ കേക്ക് ഉണ്ടാക്കാൻ സഹായിക്കുന്നത്. അത് എങ്ങനെയാണെന്ന് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു തരാം. ആദ്യം ഈ മുട്ട നമുക്ക് ഒരു മീഡിയം സ്പീഡിലിട്ടൊന്ന് ബീറ്റ് ചെയ്ത് ഒന്ന് പതപ്പിച്ചെടുക്കാം. ശേഷം നമുക്ക് പഞ്ചസാര പൊടിച്ചത് കുറേശ്ശെ ചേർത്ത് ഇനി ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്യാം. ഹൈ സ്പീഡിൽ തന്നെ ബീറ്റ് ചെയ്യുക. ഏകദേശം നിങ്ങൾ 4 മിനിറ്റ്, കറക്റ്റ് 4 മിനിറ്റ് ഇത് ബീറ്റ് ചെയ്യുക. ബീറ്റ് ചെയ്യുമ്പോൾ ശരിക്കും ഇത് പതഞ്ഞ്, നമ്മുടെ ഐസ്ക്രീമൊക്കെ നന്നായിട്ട് പതഞ്ഞിരിക്കില്ലേ, അതുപോലെ വരും. കറക്റ്റായിട്ട് നന്നായിട്ട് പതഞ്ഞ് ആ കളറൊക്കെ ഒന്ന് മാറി നല്ല വെള്ള കളറായിട്ടുണ്ട്. കണ്ടോ, നല്ല വൈറ്റിഷ് കളറാകുന്നതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം. കറക്റ്റ് 4 മിനിറ്റ് നിങ്ങൾ ബീറ്റ് ചെയ്യുക. കണ്ടോ, ഇതുപോലെ വരണം. ശരിക്കും ഈ മുട്ടയാണ് നമ്മളെ ഈ കേക്ക് ഉണ്ടാക്കാൻ സഹായിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ മുട്ട ഇതുപോലെ തന്നെ പതപ്പിച്ചെടുക്കുക. ഈ ബൗൾ ഇപ്പോൾ നിറഞ്ഞിട്ടുണ്ട്, നമ്മുടെ മുട്ട പതഞ്ഞ് നിറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പട്ട പൊടിച്ചത് ഇതിലോട്ട് ചേർക്കാം. ഇനി വാനില എസൻസ് 1/2 ടീസ്പൂൺ ചേർക്കാം. ഇനി നമുക്ക് നമ്മുടെ മൈദയും നമ്മുടെ കൊക്കോ പൗഡറും ഒന്ന് അരിച്ചിടണം. കുറേശ്ശെ അരിച്ചിട്ട് നമുക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഫോൾഡ് ചെയ്യുമ്പോൾ നിങ്ങൾ സ്പീഡിനിട്ടങ്ങ് മിക്സ് ചെയ്യരുത്. ഇതുപോലെ പയ്യെ വേണം ഫോൾഡ് ചെയ്തെടുക്കാൻ. മുട്ട ഒരുപാടങ്ങ് ലൂസായി പോകരുത്. അതുകൊണ്ട് പയ്യെ ഫോൾഡ് ചെയ്തെടുക്കാൻ നോക്കുക. എല്ലാം നന്നായിട്ട് മിക്സ് ആവാനും ശ്രദ്ധിക്കണം. മൈദ എല്ലായിടവും മിക്സ് ആവുന്നവരെ നമുക്ക് ഫോൾഡ് ചെയ്യാം. ഒരു വശത്തേക്ക് മാത്രമേ നിങ്ങൾ ഫോൾഡ് ചെയ്യാവൂ. തിരിച്ചും മറിച്ചും ഒന്നും ഇട്ട് മിക്സ് ചെയ്യരുത്. ഇനി നമുക്കിതിലേക്ക് റെഡ് ഫുഡ് കളർ ചേർക്കാം. ഞാനിവിടെ ജെൽ കളറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ബേക്കിംഗ് ടിന്നിലേക്ക് ബട്ടർ തേച്ച ശേഷം, ബട്ടറോ ഓയിലോ തേക്കാം, ഇതുപോലെ മൈദ ഇട്ട് എല്ലായിടവും ഒന്ന് സ്പ്രെഡ് ചെയ്യുക. ശേഷം ബാക്കിയായിട്ടുള്ള മൈദ ഇതുപോലെ തട്ടിക്കളയണം. ഇനി നമുക്ക് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കണം. ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ ഇഡലി കുട്ടുവം ചൂടാക്കാൻ വയ്ക്കാം. ഹൈ സ്പീഡിലിട്ട് ചൂടായ ശേഷം നിങ്ങൾ ഇതിൻ്റെ അടപ്പ് തുറന്ന് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇതിലോട്ട് വെക്കുക. ഇനി നമുക്കിതങ്ങോട്ട് അടച്ച് വെച്ചിട്ട് തീ കുറച്ച് വയ്ക്കാം. കറക്റ്റ് 25 മിനിറ്റ് മതി. കറക്റ്റ് 25 മിനിറ്റ് ആകുമ്പോൾ ഇത് ബേക്കായി കിട്ടും. ഈ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഫ്രോസ്റ്റിംഗ് റെഡിയാക്കാം. ഞാനിവിടെ വിപ്പിംഗ് ക്രീമാണ് ഇവിടെ എടുത്തത്. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ആണ്. റെഡ് വെൽവെറ്റിന് ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ആണ് എടുക്കുന്നത്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഇതുപോലെ വിപ്പിംഗ് ക്രീമും നമ്മുടെ പഞ്ചസാര പൊടിച്ചതും വിപ്പ് ചെയ്യുക. ശേഷം നമ്മുടെ ക്രീം ചീസ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ ഇപ്പോൾ തന്നെ ഉണ്ടാക്കിയെടുത്ത ക്രീം ചീസാണിത്. ഞാൻ ക്രീം ചീസ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവർ സുമീസ് ടേസ്റ്റി കിച്ചൻ ക്രീം ചീസ് എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ആ ക്രീം ചീസ് ഉണ്ടാക്കുന്ന വീഡിയോ കാണാം. അപ്പോൾ നമ്മുടെ ക്രീം ചീസ് കൂടി ഞാൻ ഇതിലോട്ടിട്ടൊന്ന്
മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് അങ്ങോട്ട് ഫ്രിഡ്ജിലോട്ട് വെക്കാം. ഈ സമയം നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായിട്ടുണ്ട്. കേക്ക് കറക്റ്റ് 25 മിനിറ്റേ എടുത്തിട്ടുള്ളൂ. കറക്റ്റ് ബേക്കായി. ഇത് ഞാൻ നന്നായിട്ട് കൂളായ ശേഷമാണ് ഇങ്ങനെ പുറത്തെടുക്കുന്നത്. ശരിക്കും നല്ല സ്പഞ്ചാണ് നമ്മുടെ കേക്ക്. അപ്പോൾ ബേക്ക് ആവാനും ഒരുപാട് ടൈമൊന്നും വേണ്ട. കറക്റ്റ് 25 മിനിറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ നിങ്ങൾ കേക്ക് മോൾഡിൽ നിന്നും പുറത്തെടുക്കുമ്പോൾ ചൂടാറിയ ശേഷം മാത്രം എടുക്കുക. കേക്ക് ഒന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മുടെ ഷുഗർ സിറപ്പ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കുറേശ്ശെ. ഈ ഷുഗർ സിറപ്പ് മസ്റ്റായിട്ട് ഒഴിക്കുക. കാരണം ഇതിൽ ഓയിലും മറ്റൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ബ്രഷ് ചെയ്യുന്നത്. ഇനി നമ്മുടെ ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ഇതിൻ്റെ മുകളിലോട്ട് വയ്ക്കാം. നിങ്ങൾ ക്രീം ചീസ് തയ്യാറാക്കുമ്പോൾ കുറച്ചുകൂടി ബട്ടറും കൂടെ ചേർത്തിട്ട് വേണം ക്രീം ചീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് അടുത്ത ലെയർ കൂടി വെച്ചിട്ട് നമ്മുടെ ഷുഗർ സിറപ്പ് ഒന്ന് എല്ലായിടവും ഒന്ന് ബ്രഷ് ചെയ്യാം. ഞാനിവിടെ തണുത്ത വെള്ളത്തിലാണ് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുത്തത്. തണുത്ത വെള്ളത്തിൽ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കണം. എന്നാലേ കേക്ക് നല്ല ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ ക്രീം ചീസിൻ്റെ കാര്യം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് കാണുക. അതുപോലെ നിങ്ങൾ പാല് പിരിച്ചെടുത്ത ശേഷം അത് നന്നായിട്ട് ഒന്ന് കഴുകിയെടുക്കണം. അത് ഞാൻ വീഡിയോയിൽ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ട് മനസ്സിലാക്കുക. ഇതിപ്പോൾ ഞാൻ നേരത്തെ കട്ട് ചെയ്ത നമ്മുടെ ഈ കേക്കിൽ നിന്നും ബാക്കി ഞാൻ കട്ട് ചെയ്തത് ഒന്ന് പൊടിച്ചെടുത്തതാണ്. അതാണ് നമ്മൾ ഈ കേക്കിന് ഇതുപോലെ അലങ്കരിക്കാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ റെഡ് വെൽവെറ്റ് സ്പഞ്ച് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒന്നുമില്ലാതെ തന്നെ നമുക്ക് വീട്ടിൽ കേക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ റെസിപ്പികൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമ്മുടെ റെഡ് വെൽവെറ്റ് സ്പഞ്ച് കേക്ക് റെഡിയായി.